ഈ 3 കട്ടയിട്ടിട്ട് അതിൻ്റെ മുകളിൽ റിങ് ഇറക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതിൽ കുറച്ചുകൂടി വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അടുത്ത റിങ്ങും ഇറക്കി വെച്ചിട്ടുണ്ട്. വീടിൻ്റെ പണിയിൽ വേസ്റ്റായിട്ട് വരുന്ന കട്ടയും കല്ലുകളെല്ലാം തന്നെ നമ്മൾ പറമ്പിൻ്റെ ഒരു മൂലയിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതൊരു റിങ്ങല്ല, ഒരു വീട്ടിൽ വരിക 2-3 റിങ്ങൊക്കെ ചിലപ്പോൾ വീട്ടിൽ വരും. അതായത് സെപ്റ്റി ടാങ്കിന് സോക്കറ്റ് വരും, അതുപോലെ വീടിൻ്റെ 2 സൈഡിലായിട്ട് വേസ്റ്റ് ബിറ്റ് വരും. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഈ കട്ടയും കല്ലും വേസ്റ്റൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓട് മേടിച്ചിടേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ബിറ്റ് ഇടലും അതിന് ചുറ്റും കട്ടയും കല്ലും ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പി ട്രാപ്പ് വെച്ചിട്ട് പൈപ്പ് കണക്ട് ചെയ്താണ്. പി ട്രാപ്പ് വയ്ക്കുന്നതിൻ്റെ മെയിൻ കാരണം ഈ കുഴിയിൽ നിന്നുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ സ്മെല്ല് ഉള്ളിലേക്ക് കയറി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ വേസ്റ്റ് പൈപ്പുകളും ഫ്ലോർ ട്രാപ്പ് വഴിയല്ല ഈ കുഴിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പൈപ്പുകളിലൊക്കെ നമുക്ക് സ്മെല്ല് കയറി വരാനുള്ള ചാൻസ്